ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ സങ്കടപ്പെടുത്തിയതായിരുന്നു ഈങ്ങാപ്പുഴയിൽ, കോഴിക്കോട് ഈങ്ങാപ്പുഴയിലുണ്ടായ ഷിബിലയുടെ കൊലപാതകം. ഭർത്താവ് യാസറായിരുന്നല്ലോ ഷിബിലയെ കൊലപ്പെടുത്തിയത്. ഏതായാലും ഇയാളുമായി ഇന്ന് തെളിവെടുപ്പ് ഇന്നും തുടരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിബിലയുടെ വീട്, ഒപ്പം തന്നെ ഭാര്യയെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി വാങ്ങിയ കൈതപ്പൊയിലെ കടയിൽ എത്തിച്ചും ഇന്ന് തെളിവെടുപ്പ് നടത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേതൻ കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന കേസിൽ. ചേതൻ, ഗുഡ് മോർണിംഗ്. ഈ യാസിറുമായിട്ട് തെളിവെടുപ്പ് തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊലപാതകം നടന്ന വീട്, ഒപ്പം തന്നെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം വാങ്ങിയ കട തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതെ മനു, ഈ ഈങ്ങാപ്പുഴ സ്വദേശിനിയായ ഷിബില വധക്കേസിൽ പ്രതിയും ഭർത്താവുമായ യാസറിൻ്റെ തെളിവെടുപ്പ് ഇന്നും തുടരും. ഈ കൊലപാതകം നടന്നത് ഷിബിലയുടെ വീട്ടിൽ വെച്ചായിരുന്നു. കൊലപാതകം നടന്ന ഷിബിലയുടെ വീട്ടിലും അതുപോലെ തന്നെ ഇയാൾ കത്തി വാങ്ങിച്ച കൈതപ്പൊയിൽ എന്ന സ്ഥലത്തായിരുന്നു ഇയാൾ ആക്രമണം നടത്താൻ വേണ്ടി കത്തി വാങ്ങിയത്. ഈ രണ്ട് സ്ഥലത്തുമാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തുക. കഴിഞ്ഞ ദിവസവും തെളിവെടുപ്പ് നടന്നിരുന്നു. ഇയാൾ ഈ കൊലപാതകത്തിന് ശേഷം കാർ എടുത്ത് ഒരു പെട്രോൾ പമ്പിൽ പോയി ഇന്ധനം നിറച്ചിരുന്നു. എന്നാൽ പണം കൊടുക്കാതെ ഇയാൾ അവിടുന്ന് മുങ്ങുകയായിരുന്നു. ഈ പെട്രോൾ പമ്പിൽ കഴിഞ്ഞ ദിവസം പോലീസ് ഈ പ്രതിയെയും കൊണ്ട് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ മാസം 18-നായിരുന്നു നാടിനെ നടുക്കിക്കൊണ്ടുള്ള ഈ കൊലപാതകം സംഭവിച്ചത്. ഷിബിലയുടെ വീട്ടിൽ വൈകിട്ട് 7 മണിയോടെ ഷിബിലയുടെ വീട്ടിലെത്തിയ ഭർത്താവ് യാസർ കത്തി കൊണ്ട് പെൺകുട്ടിയുടെ ഭാര്യയുടെ കഴുത്തിന് വെട്ടുകയായിരുന്നു. ഈ ആക്രമണം ചെറുക്കാൻ ചെന്ന ഷിബിലയുടെ മാതാപിതാക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം അവസാനം, അതായത് ഫെബ്രുവരി 28 ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭർത്താവിൽ നിന്ന് കൊടിയ പീഡനമാണ് താൻ ഏറ്റുവാങ്ങുന്നത്, അതുമാത്രമല്ല തൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലും ഭർത്താവ് തടഞ്ഞു വെച്ചിരിക്കുമെന്ന് കാണിച്ച് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ അവിടുത്തെ ഗ്രേഡ് SI വേണ്ട രീതിയിൽ പരാതി പരിഗണിച്ചില്ല. ഈ പ്രതിയായ ഈ ഭർത്താവായ യാസറിനെ വിളിച്ചു വരുത്തി പരാതി സെറ്റിൽ ചെയ്തു എന്നുള്ള ആക്ഷേപം വ്യാപകമായി ഉയർന്നു. ഇതിനെ തുടർന്ന് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ നടപടി ഉണ്ടായിരുന്നു. ഈ ഗ്രേഡ് SI ആയ നൌഷാദിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ ജനരോക്ഷം കണക്കിലെടുത്ത് ഒരു അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും ഇന്ന് ഈ ഷിബിലയുടെ വീട്ടിൽ വെച്ചും അതുപോലെ തന്നെ ഇയാൾ കത്തി വാങ്ങാൻ ഉപയോഗിച്ച കൈതപ്പൊയിലെ കടയിൽ ഈ തെളിവെടുപ്പ് നടത്തുക. മനു, ശരി, ഏതായാലും തെളിവെടുപ്പ് മുന്നോട്ട് പോകട്ടെ. അയാൾക്ക് ഏറ്റവും ഉചിതമായ ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഇനി സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ രീതിയിൽ കേസ് മുന്നോട്ട് പോകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.